നെതന്യാഹുവിന്റെ പത്രസമ്മേളനമൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഗവൺമെന്റ് ജനത്തിന് കൊടുത്ത പ്രോമിസ് അത് ഞങ്ങൾ പൂർത്തിയാക്കി. ഈ ഹോസ്റ്റേജ് സ്ക്വയറിലെ ഈ ക്ലോക്ക് അവര് 843 ദിവസവും 12 മണിക്കൂറും 5 മിനിറ്റും 45 സെക്കൻഡും, ദാറ്റ് മീൻസ് അപ്രോക്സിമേറ്റ്ലി 6 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴാ ക്ലോക്ക് അവർ ഓഫ് ആക്കി. അപ്പോൾ ഒരു രാജ്യം മുഴുവൻ എത്ര താല്പര്യത്തോടെയാണ് അവരുടെ ഓരോ പൗരന് വേണ്ടിയും, ഏറ്റവും ചുരുങ്ങിയത് ആ പൗരന്റെ ശാരീരിക അവശിഷ്ടങ്ങളിൽ നിന്നും ലഭിക്കുന്നതിന് വേണ്ടിയും കാത്തിരുന്നത് എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട, ചരിത്രം ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ്. തങ്ങളുടെ രാജ്യത്തെ ഓരോ പൗരനെയും ആ രാജ്യം എത്ര വിലപിടിച്ചതായിട്ടാണ് പരിഗണിക്കുന്നത് എന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. നേരെ മറിച്ച് ഹമാസ് ചെയ്തതോ, അവരുടെ നാട്ടിലേക്ക് വരുന്ന ഇസ്രായേൽ ഭടന്മാരെ ചെറുക്കാൻ അവർ ചെയ്തത് അവരുടെ കുഞ്ഞുങ്ങളെ, 1 വയസ്സ് പോലും തികയാത്ത കുഞ്ഞുങ്ങളെ എടുത്ത് മുൻപിൽ പിടിച്ച് പീരങ്കി ഉണ്ടകൾക്ക് ഷീൽഡ് തീർക്കാൻ ശ്രമിച്ചവരാണ് അവര്. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും യുദ്ധമുഖത്ത് കൊണ്ടു നിർത്തി വേരുകെട്ടാൻ ശ്രമിച്ചവരാണ് അവര്. അപ്പോൾ വരുന്ന വെടിയുണ്ടകൾ തങ്ങളുടെ പൗരന്മാർക്ക് ഏൽക്കട്ടെ എന്ന് വിചാരിച്ചവരാണ്. അവരുടെ അവിവേകം കൊണ്ട് 71,000-ലധികം ആളുകൾക്ക് അവരുടെ പ്രവിശ്യയിലെ ജീവൻ നഷ്ടപ്പെടുത്തിയവരാണ്. അവര് ഐഡന്റിറ്റി പോലും ഇല്ലാതെ മണ്ണിനടിയിൽ കിടക്കുകയാണ്. ഇവർ തന്നെ കരയുന്നു, ഐഡന്റിറ്റി പോലും ഇല്ലാതെ കിടക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ 1.5 ലക്ഷത്തിലധികം ആളുകൾ അംഗഭംഗം വന്നവരായി, ജീവിതത്തിന് സർവ്വ ക്വാളിറ്റിയെ നഷ്ടപ്പെട്ടവരായി. തങ്ങളുടെ പൗരന്മാരെ കുറിച്ച്, തങ്ങളുടെ ജനത്തെക്കുറിച്ച് ഇതുപോലെ പരിഗണനയില്ലാത്തൊരു സമൂഹം ലോകത്തിൽ വേറെ ഇല്ല എന്ന് മനസ്സിലാക്കണം. അവര് എത്രയും ഹ്യൂമൻ ലൈഫുകൾ സ്പെയർ ചെയ്യാൻ തയ്യാറാണ്. നേരെ മറിച്ച് ഇസ്രായേൽ അവരുടെ ഓരോ ജീവനെയും, ഓരോ ജൂതന്റെയും അല്ലെങ്കിൽ അവരുടെ ഓരോ പൗരന്റെയും, ജൂതൻ എന്ന് പറയേണ്ട, അവരുടെ രാജ്യത്ത് പൗരന്മാരുണ്ട്, ഓരോ പൗരന്റെ, അവിടെ ഈ പിടിച്ചുകൊണ്ട് പോയപ്പെട്ടവരിൽ പലരും ഇസ്രായേൽ പൗരന്മാരായിരുന്നില്ല. അവരുടെ നാട്ടിൽ ജോലി ചെയ്യാൻ വന്ന ആളുകളടക്കമുള്ള മറ്റു രാജ്യങ്ങളിലെ ആളുകളെ കൊണ്ടുവരുന്നു. ഒരേ മൂല്യത്തോടെയാണ് അവരുടെ രാജ്യത്ത് കൊണ്ടുപോയ ഓരോ മനുഷ്യ ജീവനെയും ഒരേ മൂല്യത്തോടെയാണ്, വളരെ ബഹുമാനത്തോടെയാണ് അവരെ തിരിച്ചു കൊണ്ടുവന്നത് എന്ന് ഓർക്കണം.